Namaste, my dear students. Welcome back to our computer class. Now we are discussing about the parts of computer. And in the last video, you have seen about the keyboard and what are the different keys present in the keyboard, different types of keys in its uses. And today we are moving to another part or another device, that is mouse. So what is a mouse, or what is the use of a mouse? Yes, I think all of you know the answer. Mouse is an input device, or we can say mouse is a pointing device. What is my pointing device? എന്താണ് പോയിന്റിംഗ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്രീനിൽ യു ക്യാൻ സി അറ്റ് ദി സ്ക്രീൻ ആൻഡ് ആരോ ഈസ് മൂവിങ് അറൗണ്ട് ദ സ്ക്രീൻ അല്ലേ? ഒരു ആരോ ഇങ്ങനെ നീങ്ങുന്നുണ്ടല്ലോ. ആ ആരോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൗസിന്റെ പോയിന്റർ ആണ്. മൗസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ദിസ് ഈസ് ദ മൗസ്. ഈ ഒരു മൗസിന്റെ പോയിന്റർ ആണ് ആ സ്ക്രീനിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ടൈപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. കീബോർഡിലാണ് നമുക്ക് ടൈപ്പിംഗ് ഒക്കെ പറ്റുമായിരുന്നു അല്ലേ? പക്ഷെ മൗസിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് യൂസ്ഡ് ആസ് എ പോയിന്റിംഗ് ഡിവൈസ്. നമുക്കൊരു സ്ഥലത്ത് പോയിന്റ് ചെയ്യാം, അവിടെ ചെന്നിട്ട് ആ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാം. ഇത്തരം വർക്കിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് മൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ ആണല്ലോ? അതിന് നമ്മൾ ഈ ആരോ, നമ്മൾ ഈ മൗസ് പോയിന്റർ ഇങ്ങനെ നമ്മൾ മൗസ് ഇങ്ങനെ നീക്കുന്നതിനനുസരിച്ചിട്ട് യു ക്യാൻ സി ഡിഫറെന്റ് പോയിന്റേഴ്സ് ദാറ്റ് പോയിന്റിംഗ് ദ പ്ലേസ്. ഫസ്റ്റ് വൺ ഈസ് മിനിമൈസ്. സി, അവിടെ പോയിന്റ് ചെയ്ത് നമുക്ക് കാണിച്ചു തരികയാണ് എന്താണ് അവിടെ പേര്, ആ ഐക്കൺ എന്തിനുള്ളതാണ്. തൊട്ടടുത്ത് എന്താ ഉള്ളത്? റീസ്റ്റോർ, അവിടെ പേര് എഴുതി കാണിക്കുന്നതുണ്ടോ? നെക്സ്റ്റ് എന്താണ്? ക്ലോസ്. അപ്പൊ നമുക്കിപ്പോൾ എൻ്റെ വിൻഡോ, ഐ വാണ്ട് ടു ക്ലോസ് ദ വിൻഡോ, then I need to click on that part, close button. ഓക്കെ, നമുക്ക് എന്തെങ്കിലും നമ്മുടെ സ്ക്രീനിൽ നമുക്ക് ചേഞ്ചസ് ഒക്കെ വരുത്തണമെങ്കിൽ ഓപ്പൺ ചെയ്യാം, ക്ലോസ് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഇതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ മൗസ് പോയിന്റർ അല്ലെങ്കിൽ മൗസ് എന്ന് പറയുന്നത്. വിത്ത് ദ കീബോർഡ് ഓൾസോ യു ക്യാൻ ഡു ഓൾ ദീസ് തിങ്സ്, ബട്ട് യു മസ്റ്റ് റിമെമ്പർ ദ ഷോർട്ട് കട്ട് കീസ്. ഓക്കെ, നമ്മൾ ഷോർട്ട് കട്ട് കീസ് ഒക്കെ ഓർത്തിരിക്കണം ഇതൊക്കെ ചെയ്യണമെങ്കിൽ. കീബോർഡിൽ ഇതിനെല്ലാം ഡയറക്റ്റ് കീസ് ഇല്ല. ഇപ്പോൾ ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും ഇതിനൊന്നും ഡയറക്റ്റ് കീസ് നമുക്ക് അവൈലബിൾ അല്ല കീബോർഡിൽ. ഓക്കെ, പക്ഷേ നമുക്ക് അതിനെല്ലാം ഷോർട്ട് കട്ട് കീസ്, ഇപ്പോൾ കോപ്പി ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? കൺട്രോൾ പ്ലസ് സി, ഇങ്ങനെ ഷോർട്ട് കട്ട് കീസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഓപ്പൺ ചെയ്യാനും അതേപോലെ ക്ലോസ് ചെയ്യാനൊക്കെ നമുക്ക് ഓരോരോ ഷോർട്ട് കട്ട് കീസ് ഉണ്ട്. അപ്പോൾ അതിനെക്കാട്ട് എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് ഈ പോയിന്റർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാനോ ഓപ്പൺ ചെയ്യാനൊക്കെ പറ്റും. അതാണ് മൗസിന്റെ പ്രത്യേകത. അല്ലാതെ ടൈപ്പിംഗ് ഒന്നുമില്ല. യു ക്യാൻ സി ടു ബട്ടൺസ് ഹിയർ. ദിസ് ഈസ് ദ ലെഫ്റ്റ് ബട്ടൺ ആൻഡ് ദിസ് ഈസ് ദ റൈറ്റ് ബട്ടൺ. സി, നമ്മുടെ വിരല്, ഈ രണ്ട് വിരലാണ് മൗസിന് ഉപയോഗിക്കുക. അല്ലാതെ ഇങ്ങനെ എല്ലാം കൂടി ഒന്നിച്ചൊന്നും യൂസ് ചെയ്യരുത്. നമ്മൾ ടോട്ടൽ ഹാൻഡ് ഒന്നിച്ചുകൊണ്ട് ഇവിടെ കൊണ്ട് വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഇത്രയും നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, നമ്മുടെ ഈ രണ്ട് വിരല് മാത്രം. ഓക്കെ, ദിസ് ഈസ് ദ ലെഫ്റ്റ് ബട്ടൺ ആൻഡ് ദിസ് ഈസ് ദ റൈറ്റ് ബട്ടൺ. ഈ രണ്ട് ബട്ടൺസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ രണ്ട് വിരൽ മാത്രമേ യൂസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ, ആൻഡ് ലെഫ്റ്റ് ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിംഗിൾ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒരു സെലക്ഷന് വേണ്ടിയിട്ടൊക്കെ സിംഗിൾ ക്ലിക്ക് ചെയ്യാം ഈ ലെഫ്റ്റ് ബട്ടൺ യൂസ് ചെയ്തുകൊണ്ട്, നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ഫിംഗർ, ഈ ഒരു ഫിംഗർ യൂസ് ചെയ്തുകൊണ്ട്. അതേപോലെ തന്നെ ഇതിൽ ഡബിൾ ക്ലിക്കും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യാം. എന്തിനായിരിക്കും ഡബിൾ ക്ലിക്ക് ചെയ്യുന്നത്? you want to open an icon. If you want to open a folder, you must double click. അല്ലേ? ഡബിൾ ക്ലിക്ക് ചെയ്താൽ മാത്രമേ അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അതിനാണ് നമ്മൾ ഈ ലെഫ്റ്റ് ബട്ടൺ യൂസ് ചെയ്യുന്നത്. സിംഗിൾ സെലക്ഷനും ഉണ്ട്, സിംഗിൾ പ്രസ് ചെയ്ത സെലക്ഷൻ ഉണ്ട്, ഓപ്പൺ ചെയ്യാനും വേണ്ടി പറ്റും. റൈറ്റ് ബട്ടൺ എന്ന് പറഞ്ഞാലോ, അതിന് നമുക്ക് ആ ഒരു ഫോൾഡറിന്റെ ഓപ്ഷൻസ്, കൂടുതൽ ഓപ്ഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് ഈ റൈറ്റ് ബട്ടൺ എന്ന് പറയുന്നത്. സോ ലെഫ്റ്റ് ബട്ടൺ ആൻഡ് റൈറ്റ് ബട്ടൺ, ഇങ്ങനെ 2 ബട്ടൺസ് ആണ് നമുക്ക് ഒരു മൗസിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, there are 2 buttons, that is left button and right button. In between these 2 buttons you can see a scroll button. What is this? Scroll bar, okay, or scroll button, എന്ത് വേണമെങ്കിൽ നമുക്ക് പറയാം.
പേജസ് ഒക്കെ അപ്പ് ആൻഡ് ഡൗൺ സ്ക്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. റൗണ്ട് ആയിട്ട് ഇങ്ങനെ കിടക്കും, നമുക്ക് ഇങ്ങനെ വിരലുകൊണ്ട് ഇങ്ങനെ മൂവ് ചെയ്യാം. അവിടെ ക്ലിക്കിംഗ് ഓപ്ഷൻ ഇല്ല, ജസ്റ്റ് നമുക്ക് റോൾ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. നമ്മുടെ പേജ് വലിയ ലെങ്ത് പേജ് ആണെങ്കിൽ, അല്ലെങ്കിൽ 2, 3, 4, 5 പേജസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യാനൊക്കെ നമുക്ക് ഈ സ്ക്രോൾ ബട്ടൺ യൂസ് ചെയ്ത് പറ്റും. സോ ദീസ് 3 ആർ ദ മെയിൻ ബട്ടൺസ് ഇൻ ദ മൗസ്: ലെഫ്റ്റ് ബട്ടൺ, റൈറ്റ് ബട്ടൺ ആൻഡ് സ്ക്രോൾ. ഓക്കെ, ഇത്രയാണ് നമുക്ക് മൗസിനെ കുറിച്ചിട്ട് കാണാനുള്ളത്. Next we are going to see the monitor. What is a monitor? Yes, it is an output device അല്ലേ. നമുക്ക് ഔട്ട്പുട്ട് ഡിസ്പ്ലേ വരാൻ വേണ്ടിയിട്ട് നമ്മളെ സിസ്റ്റത്തിൽ ചെയ്യുന്ന എന്ത് കാര്യങ്ങൾ നമുക്ക് ഡിസ്പ്ലേ ആയിട്ട് വരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന, ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് മോണിറ്റർ എന്ന് പറയുന്നത്. either you are seeing the film or cartoon, or either you are using internet, or if you are using if you are typing anything, നമ്മൾ എന്ത് ടൈപ്പ് ചെയ്താലും, എന്ത് നമ്മൾ കാണുകയാണെങ്കിലും, നമ്മൾ ഗെയിംസ് കളിക്കുകയാണെങ്കിലും, അതേപോലെ നമ്മൾ എന്ത് പ്രസന്റേഷൻ ചെയ്യുകയാണെങ്കിലും എല്ലാം നമ്മുടെ സ്ക്രീനിൽ കാണണമല്ലോ, എങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. വെറുതെ കീബോർഡും മൗസും മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ? നോ, വി വാണ്ട് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് അല്ലെ, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ കണ്ടതായിരുന്നു അതൊക്കെ. സോ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ സ്ക്രീനിൽ തെളിഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് മോണിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ മോണിറ്റർ ഈസ് ആൻ ഔട്ട്പുട്ട് ഡിവൈസ് ആൻഡ് ഇറ്റ് ഡിസ്പ്ലേസ് ദ വർക്ക് വി ഹാവ് ഡൺ ഇൻ ദ കമ്പ്യൂട്ടർ. Okay, that is the typing numbers, typing letters, watching movies, listening songs, playing games, etc. Anything you are doing, only you can see these things with the help of this monitor. And you can see 3 types of monitors mainly. പഴയ കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന മോണിറ്റർ ആയിരുന്നു, പണ്ട് കാലത്തൊക്കെ യൂസ് ചെയ്ത്. നിങ്ങൾക്ക് ചില വീട്ടിലെ ടി വികളൊക്കെ ഉണ്ടല്ലോ, വലിയ ടി വി, ബാക്കിലേക്ക് ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്ന ടി വി, അത്തരം ടൈപ്പ് ഓഫ് മോണിറ്റേഴ്സ് ആണ് പണ്ട് യൂസ് ചെയ്തിരുന്നത്. ഹെവി വെയിറ്റ് ആയിരിക്കും, ഭയങ്കര വെയിറ്റ് ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അത്തരം മോണിറ്റേഴ്സിനാണ് നമ്മൾ പറയാ CRT മോണിറ്റേഴ്സ്, ഓർ വി ക്യാൻ സേ കാഥോഡ് റേ ട്യൂബ് മോണിറ്റർ. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് കാഥോഡ് റേ ട്യൂബ് മോണിറ്റർ ഓർ CRT മോണിറ്റേഴ്സ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ആഫ്റ്റർ ദാറ്റ് അത് കുറെ ഡെവലപ്പ് ചെയ്ത് വന്ന് കാലങ്ങളൊക്കെ കുറെ കഴിഞ്ഞ സമയത്ത് നെക്സ്റ്റ് മോണിറ്റേഴ്സ് ഇറങ്ങി, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ എന്ന് പറയും. കുറച്ചും കൂടി ലൈറ്റ് വെയിറ്റ് ആണ്, ഹെവി എന്നല്ല, വളരെ തിന്നായിട്ട് കുറച്ച് കനമൊക്കെ കുറഞ്ഞു, കുറച്ച് വെയിറ്റ് എല്ലാം കുറഞ്ഞ് കുറച്ചും കൂടി ക്ലാരിറ്റി ഒക്കെ കൂടാൻ തുടങ്ങി. അതായത് CRT മോണിറ്റേഴ്സിനോട് പണ്ട് കണ്ട മോണിറ്റേഴ്സിനെക്കാട്ടും കുറച്ചുകൂടി കാണാനൊക്കെ പിക്ചേഴ്സ് ഒക്കെ കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ കാണാൻ തുടങ്ങി. അതാണ് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേന്റെ പ്രത്യേകത. ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയല്ലേ, കാലങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ടെക്നോളജി മാറുമല്ലോ, അതിന്റെ ഭാഗമായിട്ട്. ഓക്കെ, ആഫ്റ്റർ സോ മെനി ഇയേഴ്സ് ന്യൂ ടൈപ്പ് ഓഫ് മോണിറ്റേഴ്സ് കെയിം. നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മിക്ക മോണിറ്റേഴ്സും എന്താണ്? LED, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്ന് പറയും. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് മോണിറ്റേഴ്സ്, ഓർ വി ക്യാൻ സേ LED മോണിറ്റേഴ്സ്. വളരെ തിന്നാണ്, വളരെ കനം കുറഞ്ഞ്, ലൈറ്റ് വെയിറ്റ്, തീരെ വെയിറ്റ് ഉണ്ടാവില്ല, പക്ഷേ ക്ലാരിറ്റി ഈസ് മച്ച് ബെറ്റർ ദാൻ LCD. ഓക്കെ, LCD മോണിറ്റേഴ്സിനെക്കാട്ടും ക്ലാരിറ്റി ഉണ്ട് എന്നാ പറയാം. അപ്പം CRT പറയേണ്ട ആവശ്യമില്ലല്ലോ, കാരണം LCD എന്ന് പറഞ്ഞാലേ CRT-നെക്കാട്ടും കൂടുതലാണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ മോണിറ്റേഴ്സും LED മോണിറ്റേഴ്സ് ആണ്. വളരെ തിന്നായിരിക്കും, കനണ്ടായിരിക്കില്ല, വെയിറ്റ്ലെസ് ആയിരിക്കും, നമുക്ക് പെട്ടെന്ന് തന്നെ കൊണ്ടു നടക്കാൻ പറ്റും, വളരെ സ്പേസ്, വളരെ കുറച്ച് സ്പേസ് മതി. അപ്പൊ ഇതാണ് 3 ടൈപ്സ് ഓഫ് മോണിറ്റേഴ്സ്. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ ഈസ് CRT monitors, very good. Second one is liquid crystal display or LCD monitors, and third one is light emitting diode, that is LED monitors. These are the 3 types of monitors. Okay, ഇതെല്ലാം യൂസ് ചെയ്യാൻ എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, നമുക്ക് പ്രിന്റ് ഔട്ട് ഒക്കെ എടുക്കാൻ വേറെ ഡിവൈസുകളുണ്ട്, നമുക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മോണിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? So we have seen about the keyboard, we have seen about the monitor, mouse, and we have seen now about the monitor. And after that we are going to see about the central processing unit. You are familiar with that term, alle? ആ പേര് കേട്ടിട്ടുണ്ടല്ലോ എല്ലാവരും. Central processing unit is known as the
what a dash of the computer, what is that? Yes, very good, brain of the computer അല്ലെ. കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ ആണ് എന്ത്? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെ. നമുക്ക് അതിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇറ്റ് ഈസ് ദ മെയിൻ സിസ്റ്റം യൂണിറ്റ്. കമ്പ്യൂട്ടറിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം യൂണിറ്റ് ആണ്. കാരണം എന്താണ്? എല്ലാ വർക്കുകളും ചെയ്യുന്നത് സി പിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ്. എല്ലാ ടാസ്കും ഇറ്റ് പെർഫോംസ് ഓൾ ദ ടാസ്ക് ഇൻ ദ സി പി യു. ഇറ്റ്സ് എല്ലാ പ്രോസസ്സുകളും ചെയ്യുന്നത് എല്ലാം സി പിന്റെ ആണ്. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ദ സിസ്റ്റം യൂണിറ്റ്. ഒരു സി പിനെ നമ്മൾ എന്തുകൊണ്ട് പറയും? സിസ്റ്റം യൂണിറ്റ് എന്ന് കൂടി പറയും. നമുക്ക് ഒരു ബോക്സ് അവിടെ കാണാം അല്ലെ. ഇതാണ് നമ്മൾ സി പി യു എന്ന് പറയാറുള്ളത് സാധാരണ. ഓക്കെ ആണോ അല്ലെ? ഇതിനെയാണ് നമ്മൾ സി പി യു എന്ന് പറയാറുള്ളത്. നമുക്ക് ആ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ, എന്തൊക്കെ ഉണ്ടാവും നോക്കാം അല്ലെ. യെസ്, സി ദ പാർട്സ് ഇൻസൈഡ് ദ സി പി യു. കണ്ടിട്ടുണ്ടോ അതൊക്കെ? These are the different parts, main parts inside the CPU. If you open the CPU, you can see so many cables, so many board, so many chips, etc. ചിപ്പുകളും ബോർഡുകള് കേബിള് ഇതൊക്കെ കുറെ കാണാൻ വേണ്ടി പറ്റും. അതിൽ ചിലത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ആൻഡ് ദ മെയിൻ വൺ ഈസ് മദർ ബോർഡ്. വാട്ട് ഈസ് ദാറ്റ്? മദർ ബോർഡ്. ഒരു വീട്ടിൽ അമ്മയുടെ സ്ഥാനം എന്തൊക്കെയാണെന്ന് അറിയാലോ. എല്ലാ വർക്കുകളും രാവിലെ എണീറ്റ് 5 മണിക്ക് അല്ലെ 4 മണിക്ക് എണീറ്റ് പണി ചെയ്യും. നിങ്ങളുടെ കാര്യം നോക്കും, അച്ഛന്റെ കാര്യം നോക്കും, നിങ്ങൾ അനിയന്റെ ചേട്ടൻ ചേച്ചി എല്ലാവരുടെ കാര്യം നോക്കണം, വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കണം അല്ലെ. എല്ലാം ഓൾ ഇൻ ഓൾ ആയിട്ട് ചെയ്യുന്നത് ആരാണ്? അമ്മയായിരിക്കും അല്ലെ. അതേപോലെ തന്നെ മദർ ബോർഡ് എന്ന് പറയുന്ന ഒരു ബോർഡ് ഉണ്ടായിരിക്കും. എല്ലാ ഡിവൈസുകളും കണക്ട് ചെയ്യുന്നത് ഈ മദർ ബോർഡിലേക്കാണ്. ഓക്കെ, ഇതിന്റെ ഒരു പാർട്ട് മാത്രമാണ് നിങ്ങൾ സി പി യുടെ ബാക്കിൽ കാണാറുള്ളത്. നിങ്ങൾ കേബിളൊക്കെ കണക്ട് ചെയ്ത് കാണാറുണ്ടല്ലോ. അത് ഈ മദർ ബോർഡിന്റെ ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണ് അവിടേക്ക് കാണുന്നത്. സി പി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ബോർഡിലേക്കാണ് ശരിക്കും എല്ലാ ഡിവൈസുകളും കണക്ട് ചെയ്യുന്നത്. USB പെൻ ഡ്രൈവ് കണക്ട് ചെയ്യുന്നതായിക്കോട്ടെ, പ്രിന്റേഴ്സ് കണക്ട് ചെയ്ത, കീബോർഡ്, മൗസ്, മോണിറ്റർ എല്ലാം നമുക്ക് കണക്ട് ചെയ്യുന്നത് ഈ മദർ ബോർഡിലേക്കാണ്. ഓക്കെ, ഈ ഒരു ബോർഡ് ഇല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലൊന്നും നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എല്ലാ പാർട്സിനും അതിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്, ബട്ട് മദർ ബോർഡ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ബോർഡ് ഇൻ ദ CPU. Okay, next we are going to see about the SMPS. See, switch mode power supply. What is that? It supplies the power to a computer. ഈ ഇരിക്കുന്ന പാർട്ട് കണ്ടോ? This is the SMPS. ഇവിടെ കാണാം. ബാക്കിലൊരു ഫാൻ ഒക്കെ ഉണ്ടായിരിക്കും. കാരണം കമ്പ്യൂട്ടർ 24 hour നമുക്ക് വർക്ക് ചെയ്യണം അല്ലെ. അപ്പൊ അതിലേക്ക് വേണ്ട കറണ്ട് എല്ലാം സപ്ലൈ ചെയ്യണം. അതേപോലെ ആ SMPS കൂൾ ആവാൻ വേണ്ടി അതിന്റെ അകത്തൊരു ഫാൻ ഒക്കെ ഉണ്ടായിരിക്കും. അതിന്റെ ബാക്കിൽ ഇങ്ങനെ കറങ്ങുന്നത് ചെറിയ ഫാൻ ആയിട്ടോ. നിങ്ങൾക്ക് കാറ്റ് കിട്ടാനൊന്നുമല്ല, കമ്പ്യൂട്ടറിന് ഹീറ്റ് പോകാൻ വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ അതിലേക്ക് വേണ്ട എല്ലാ പവർ സപ്ലൈയും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? SMPS ആണ്. സോ ഫസ്റ്റ് പാർട്ട് ഈസ് മദർ ബോർഡ്, സെക്കൻഡ് പാർട്ട് ഈസ് SMPS or switch mode power supply. Okay, and the third one is hard disk drive, മെയിൻ സ്റ്റോറേജ് ഡിവൈസ്, പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസ് ആണ് ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ അല്ലെ. നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് എന്ത് സേവ് ചെയ്ത് കഴിഞ്ഞാലും അതെല്ലാം സേവ് ആവുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്ന ഈ ഒരു ഡിവൈസിലേക്കാണ് പോയി സേവ് ആവുക. ഓക്കെ, അത് പെർമനന്റ് മെമ്മറിയാണ്. ഇൻസൈഡ് ദ കമ്പ്യൂട്ടർ ഇറ്റ്സ് എ പെർമനന്റ് മെമ്മറി. അതായത് നമ്മൾ എത്ര കാലം വേണമെങ്കിൽ നമുക്ക് സേവ് ചെയ്യാം. നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്ന വരെ ഹാർഡ് ഡിസ്കിൽ ആ ഡാറ്റ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഈസ് റാൻഡം ആക്സസ് മെമ്മറി. ഇവിടെ കണ്ടോ ഒരു സ്ട്രിപ്പ് പോലെ കുറച്ച് ലെങ്ത് ആയിട്ടൊരു സ്ട്രിപ്പ് കണ്ടോ? അതായത് ഇവിടെ ഈ സ്ലോട്ടിലാണ് നമ്മൾ കണക്ട് ചെയ്യുക. ഇവിടെ കണ്ടോ റെഡ് കളർ, റെഡ് ആൻഡ് യെല്ലോ സ്ലോട്ട് കണ്ടോ? ഇവിടെയാണ് റാം നമ്മൾ കണക്ട് ചെയ്യുക. അതിലേക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇറ്റ് ഈസ് ദ ടെമ്പററി മെമ്മറി എന്ന് പറയും. നമുക്കിപ്പോ ചില സമയത്ത് നമ്മൾ വലിയ ക്ലാസ്സിൽ കാണും, നമ്മൾ ചില കാര്യങ്ങളൊക്കെ ടെമ്പററി ആയിട്ട്, അതായത് തൽക്കാലത്തേക്ക് കാണും. അപ്പൊ നമ്മൾ ഈ സ്ക്രീനിലൊക്കെ ഇങ്ങനെ കാണുന്നതൊക്കെ ഈ ഒരു റാമിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. നമ്മൾ കറണ്ട് ഓഫ് ആയി കഴിഞ്ഞാൽ സ്ക്രീനിലുള്ളതൊക്കെ ഓഫ് ആയി പോവുമല്ലോ. പക്ഷെ മെമ്മറി സെക്കൻഡറി ഹാർഡ് ഡിസ്കിൽ അത് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടെമ്പററി മെമ്മറി. തൽക്കാലത്തേക്ക് മാത്രം കാണുന്ന ഒരു മെമ്മറിയാണ്. പക്ഷെ ഇമ്പോർട്ടന്റ് ആണ്, അതില്ലാതെ നടക്കില്ല. നെക്സ്റ്റ് ആൻഡ് ദ ഫൈനൽ ആൻഡ് ദ മെയിൻ വൺ ഈസ് പ്രോസസർ. ഇറ്റ് ഈസ് ആക്ച്വൽ പ്രോസസിംഗ് ഡിവൈസ് ഓഫ് എ കമ്പ്യൂട്ടർ. ഇതാണ് ശരിക്ക് ഒരു CPU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പ്രോസസർ. ഓക്കെ, ഇതാ ഈ ബോർഡിൽ ഈ ഒരു ഭാഗത്ത് ഉണ്ടായിരിക്കും. ഇതിന് എവിടെയാണ് ശരിക്കും പ്രോസസർ ഉണ്ടായിരിക്കും. എല്ലാ വർക്കിങ്ങും ചെയ്യുന്നതെല്ലാം ഈ ഒരു പ്രോസസറിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. ഓക്കെ, കാൽക്കുലേഷൻസും എല്ലാം ചെയ്യുന്നത് ഒരു പ്രോസസിംഗ് ഡിവൈസ് ആയ ഈ ഒരു പ്രോസസർ. സോ ഇതാണ് ഇമ്പോർട്ടന്റ് പാർട്സ്. ഇനി ഒരുപാട് പാർട്സ് ഉണ്ട്, പക്ഷെ ഇൻസൈഡ് ദ CPU we can see main important parts like motherboard, SMPS,
hard disk, RAM, processor. Okay, and again the processor is classified into 3. നമ്മളിപ്പോൾ പറഞ്ഞു പ്രൊസസർ എന്ന് പറഞ്ഞു കണ്ടു അല്ലേ. ആ പ്രൊസസറിനെ തന്നെ നമ്മൾ 3 ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വിച്ച് ആർ ദേ? അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ്. വാട്ട് ഈസ് ദിസ് അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്? എന്താണത്? ചെറിയ ക്ലാസ്സിൽ നിങ്ങളിപ്പോൾ പഠിക്കുന്നുണ്ടായിരിക്കും, അഡീഷൻ ഒക്കെ പഠിക്കുന്നില്ലേ, അഡീഷൻ സബ്ട്രാക്ഷൻ ഒക്കെ പഠിക്കാൻ തുടങ്ങിയില്ലേ? ഇത്തരം വർക്കുകളൊക്കെ ചെയ്യുന്ന ഒരു ഭാഗമാണ് അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിന്റെ കാൽക്കുലേഷൻസ്, മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുന്ന ഒരു പാർട്ടാണ് അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് കൺട്രോൾ യൂണിറ്റ്. controls the transfer of information from one part to another. എന്താ ഇതിന്റെ യൂസ്? എന്താണ്? എല്ലാ ഇൻഫർമേഷനും ഒരു ഭാഗത്ത് നിന്ന് വേറൊരു ഭാഗത്തേക്ക്, അതായത് ആരെ എന്തൊക്കെ എപ്പോൾ ചെയ്യണം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പ്രിന്ററിലേക്ക് പോകണോ, ആയിക്കോട്ടെ, കൺട്രോൾ യൂണിറ്റ് തീരുമാനിക്കണം. നമ്മൾ വിചാരിച്ചാൽ പോരാ, നമുക്ക് ഇങ്ങനെ ഓപ്ഷൻ കൊടുക്കാൻ മാത്രമേ അധികാരമുള്ളൂ. പക്ഷെ CPUന്റെ അകത്ത് ഈ കൺട്രോൾ യൂണിറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഇയാൾ അങ്ങോട്ട് പോട്ടെ, ഇയാൾ ഇത് ചെയ്യട്ടെ, ഇയാൾ അങ്ങോട്ട് വരട്ടെ, ഇയാൾ അങ്ങോട്ട് പോട്ടെ എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? വെരി ഗുഡ്, കൺട്രോൾ യൂണിറ്റ് ആണ് തീരുമാനിക്കുന്നത് അല്ലേ. ഞാനാണ് ഇവിടെ എല്ലാ ഭരണങ്ങളും ചെയ്യുക, അല്ലെങ്കിൽ ക്ലാസ്സിലൊക്കെ ഞങ്ങൾ പറയാറില്ലേ, ഞാൻ പറയുന്നത് കേട്ടോളണം എന്നൊക്കെ പറയാറില്ലേ? അതേപോലെ കൺട്രോൾ യൂണിറ്റ് പറയുന്നത് ബാക്കി എല്ലാവരും കേട്ടോളണം. നെക്സ്റ്റ് ഈസ് മെമ്മറി യൂണിറ്റ് ദാറ്റ് സ്റ്റോർസ് ഓൾ ദ ഡാറ്റ ഇൻ ദ കമ്പ്യൂട്ടർ. നമ്മൾ ആദ്യമേ കണ്ടു, മെമ്മറി എന്ന് പറയുമ്പോൾ കണ്ടു അല്ലേ. അപ്പൊ ഇതാണ് ഒരു കമ്പ്യൂട്ടർ പ്രോസസറിന്റെ 3 പാർട്സ്. ഏതൊക്കെയാണ്? അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ്, control unit and memory unit. So we can once again see today we have seen about the mouse. Mouse is a pointing device. It has 2 buttons, that is left button, right button, and in between that there is a scroll button. Okay, next we have seen about the monitor. Monitor is an output device which displays the result, and after that we have seen about the 3 types of monitors, that is cathode ray tube monitor CRT, liquid crystal display monitor, that is LCD, light emitting diode monitor, that is LED monitors. And after that we have seen about the CPU or central processing unit, which is also known as the brain of the computer. Also we can say it is a system unit. And the parts, different parts we have seen: motherboard, SMPS, hard disk, RAM, processor. Okay, and the processor is again classified into 3: arithmetic operation, arithmetic logic unit, that is all mathematical and logical functions are done. And after that we have seen the control unit, which controls all the data transfer of the computer, and memory unit, which stores the data. Okay, I think it's clear for you now. Okay, now we can see the remaining part in the next video. Okay, thank you.